കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ല്. പഴമയുടെ ഐശ്വര്യവും പുതുമയുടെ വിസ്മയവും ഒത്തുചേരുന്നൊരിടം. AD 593 സ്ഥാപിതമായ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ ഇടപ്പള്ളി സെയിൻറ്റ് ജോർജ് ഫൊറോന പള്ളിയിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അത്ഭുതങ്ങൾ നടക്കുന്ന ഇടപ്പള്ളി പള്ളിയും അവിടുത്തെ മനോഹരമായ കാഴ്ചകളുമാണ്. ഒപ്പം ഇവിടെയുള്ള ഒരു സ്പെഷ്യൽ കാഴ്ചയും നമ്മൾ കാണിക്കും. ഈ പള്ളിയുടെ ചരിത്രവും ഇവിടുത്തെ കാഴ്ചകളും കാണാൻ വീഡിയോ മുഴുവനായി കാണുക. കൂടുതൽ കാഴ്ചകളിലേക്ക് പോകും മുൻപ് ഒരു ചെറിയ കാര്യം. വീഡിയോ ഇതുവരെ കണ്ടിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അടിച്ചേക്കണേ. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് വിശ്വാസത്തിന്റെ അത്ഭുത ഗോപുരമായി തലയുയർത്തി നിൽക്കുകയാണ് ഇടപ്പള്ളി സെയിൻറ്റ് ജോർജ് ഫൊറോന പള്ളി. AD 593 സ്ഥാപിതമായ ഈ പള്ളിക്ക് പറയാനുള്ളത് 14 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കഥയാണ്. ഇന്നത്തെ ഈ പ്രൗഢിയിലേക്ക് എത്തുന്നതിന് മുൻപ് ഇതൊരു ചെറിയ ദേവാലയമായിരുന്നു. ചരിത്രരേഖകൾ പരിശോധിച്ചാൽ മനോഹരമായൊരു മതസൗഹാർദ്ദത്തിന്റെ കഥ ഇവിടെ കാണാം. ഇടപ്പള്ളി ഭരിച്ചിരുന്ന ഇളങ്ങല്ലൂർ സ്വരൂപം എന്നറിയപ്പെടുന്ന ഇടപ്പള്ളി രാജകുടുംബമാണ് പള്ളി പണിയാനുള്ള സ്ഥലം നൽകിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്ന് അവിടെയുണ്ടായിരുന്ന ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് ആരാധന നടത്താൻ രാജാവ് കനിഞ്ഞു നൽകിയ ഭൂമി. ഇന്നും പള്ളിയുടെ ആചാരങ്ങളിൽ ആ പഴയ രാജബന്ധത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന ഈ ചെറിയ പള്ളിയാണ് ചരിത്രത്തിന്റെ സാക്ഷി. മധ്യകാലഘട്ടത്തിലെ കേരളീയ വാസ്തുവിദ്യയുടെയും പോർച്ചുഗീസ് ശൈലിയുടെയും ഒരു മിശ്രണം ഇതിൽ കാണാം. എന്നാൽ കാലം മാറിയപ്പോൾ, വിശ്വാസികളേറിയപ്പോൾ പഴയ പള്ളിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ജനസാഗരമായി. അങ്ങനെയാണ് 2015 നമ്മൾ ഈ കാണുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ പുതിയ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. ഒരേ സമയം 5000-ലധികം പേർക്കിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്ര വിശാലമാണ് ഈ പുതിയ ദേവാലയം. വിഷാദരോഗം മാറാനും സർപ്പഭയം മാറാനും കാര്യസാധ്യത്തിനും ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത തേടി ജാതിമതഭേദമന്യേ ലക്ഷങ്ങളാണ് ഇവിടെ എത്തുന്നത്. കോഴി നേർച്ചയും അത്ഭുത കിണറുമൊക്കെ ഇടപ്പള്ളിയുടെ മാത്രം പ്രത്യേകതകളാണ്. ചരിത്രവും വിശ്വാസവും ഇത്രമേൽ ഇഴചേർന്ന് നിൽക്കുന്ന മറ്റൊരു ദേവാലയം കേരളത്തിൽ അപൂർവമായിരിക്കും. ഇനി നമുക്ക് പള്ളിയുടെ അകത്തളങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് പോലെയാണ് ഈ അൽത്താര അലങ്കരിച്ചിരിക്കുന്നത്. മനോഹരമായ ഈ അൽത്താരയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ശാന്തതയും സമാധാനവും അനുഭവപ്പെടും. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും കന്യകാമറിയത്തിൻ്റെയും രൂപങ്ങൾ എത്ര മനോഹരമായാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൊത്തുപണികളാൽ സമൃദ്ധമായ ഈ മദ്ബഹ കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒന്നാണെന്ന് നിസ്സംശയം പറയാം. ഈ പള്ളിയുടെ ഉൾവശം എത്ര വിശാലമാണെന്ന് നോക്കൂ. ഒരേ സമയം ആയിരക്കണക്കിന് വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. മുകളിലെ ആ സീലിംഗും ജനാലകളിലെ വർണ്ണാഭമായ ഗ്ലാസ് പെയിന്റിങ്ങുകളും സ്റ്റെയിൻഡ് ഗ്ലാസ് സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടത്തിവിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ആധുനികതയും പാരമ്പര്യവും ഒത്തുചേരുന്ന നിർമ്മാണ രീതി. ഓരോ തൂണിലും ഓരോ മുക്കിലും മൂലയിലും കാണാം കലയുടെയും വിശ്വാസത്തിൻ്റെയും കയ്യൊപ്പുകൾ. കണ്ണീരും പ്രാർത്ഥനകളും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഇടം. ഈ അൽത്താരയ്ക്ക് മുന്നിൽ ഉരുകിത്തീരുന്ന ഓരോ മെഴുകുതിരിയും ഓരോ ജീവിതങ്ങളാണ്,
ഓരോ പ്രതീക്ഷകളാണ്. പുറത്തെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ദൈവത്തോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇതിലും നല്ലൊരു അന്തരീക്ഷം വേറെയില്ല. ഈ അൾത്താരയിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അല്ലേ? തലയുയർത്തി മുകളിലേക്കൊന്ന് നോക്കൂ.
എന്തൊരു ഭംഗിയാണല്ലേ! തടിയിൽ തീർത്തതാണെന്ന് തോന്നും വിധം അതിമനോഹരമായ കൊത്തുപണികൾ. പള്ളിയുടെ മുകളിലെ ഈ ഡോമിൽ ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും ജീവൻ പ്രാപിക്കുകയാണ്. മോശയും 10 കൽപ്പനകളും മാലാഖമാരുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ച വാസ്തുവിദ്യയുടെ ഒരു വിസ്മയം തന്നെയാണെന്ന് പറയാതെ വയ്യ. പ്രാർത്ഥിക്കാനായി കൈകൂപ്പി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ചെന്നു നിൽക്കുന്നത് മുകളിലെ ഈ വിസ്മയത്തിലേക്കാണ്. സ്വർഗം ഭൂമിയിലേക്കിറങ്ങി വന്നതുപോലെ തോന്നും ഈ സീലിംഗ് വർക്കുകൾ കണ്ടാൽ. ഇടപ്പള്ളി പള്ളിയുടെ ഇന്റീരിയർ ഡിസൈനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് മദ്ബാഹയ്ക്ക് മുകളിലെ ഈ ഡോം. സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരങ്ങളും തനതായ കൊത്തുപണികളും ഇതിന് മാറ്റുകൂട്ടുന്നു. വെളിച്ചം വന്നു വീഴുമ്പോൾ ഈ രൂപങ്ങൾക്കൊരു പ്രത്യേക തിളക്കമാണ്. കേരളത്തിലെ മറ്റൊരു പള്ളിയിലും ഇത്രയും മനോഹരമായ ഒരു സീലിംഗ് വർക്ക് കാണാൻ കഴിയില്ല. ദൈവികമായൊരു പ്രഭാവം ഈ ഡോമിന് താഴെ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓരോ ചിത്രങ്ങളും നമ്മളോട് ഓരോ കഥകൾ പറയുകയാണ്. എത്ര കണ്ടാലും മതിവരാത്ത സ്വർഗീയ സൗന്ദര്യം.
ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്പെഷ്യൽ കാഴ്ചയിലേക്ക്. പള്ളിയുടെ പ്രൗഢിക്ക് മാറ്റുകൂട്ടാൻ പ്രകൃതി ഒരുക്കിയ ഒരു വിസ്മയം. നോക്കൂ, പള്ളി അങ്കണത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈന്തപ്പനകൾ. തിരുനാളിന് വരുന്നവർക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരൽപ്പം അറേബ്യൻ ടച്ചുള്ള മനോഹരമായ കാഴ്ച. ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും ഗൾഫ് നാടാണെന്ന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇത് അറേബ്യൻ മരുഭൂമിയല്ല, നമ്മുടെ സ്വന്തം കൊച്ചിയാണ്. ഇടപ്പള്ളി പള്ളിയുടെ തിരുമുറ്റത്ത് സ്വർണ്ണ നിറത്തിൽ കുലകുലയായി നിൽക്കുന്ന ഈ ഈന്തപ്പനകൾ കേരളത്തിൽ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് അപൂർവമായൊരു കാഴ്ച തന്നെയാണ്. എന്താ ലുക്കല്ലേ? ഇടപ്പള്ളി പള്ളിയിലെത്തുന്നവർ പലപ്പോഴും പ്രാർത്ഥനകൾക്കിടയിൽ ഈ ഈന്തപ്പനകൾ ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. നിങ്ങളിത് ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ, അതോ ആദ്യമായിട്ടാണോ കാണുന്നത്? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എങ്ങനെയുണ്ട് കൊച്ചിയിലെ ഈ ഗൾഫ് കാഴ്ചയും പള്ളിയുടെ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു ചെറിയ കാര്യം, നമ്മുടെ ഈ ചാനൽ വളരാൻ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. പള്ളിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കല്ലേ. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കൂ. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. നന്ദി.